ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. നമസ്കാരം. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സമാനതകളില്ലാത്ത വികസനം. യഥാർത്ഥത്തിൽ അന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേ 600 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന ആ പെൻഷൻ തന്നെ 18 മാസക്കാലത്തേത് പെൻഡിങ്ങിലായിരുന്നു. ആ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ആ സർക്കാർ സ്വീകരിച്ചത്. അത് മാത്രമല്ല, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപയുടെ ഒരു പെൻഷൻ പദ്ധതി അതിപ്പോ ഈ സർക്കാർ നടപ്പിലാക്കി. അതിനു പുറമെ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള അവർക്കും 1000 രൂപ കൊടുക്കാനുള്ള തീരുമാനം ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കേരളത്തിൽ ആകമാനം മറുഭാഗത്തുള്ള UDF എന്താ പറയാ, വായെടുത്താൽ കളവല്ലാതെ ഇന്നൊരു കാര്യം പറയും, ആ പറയുന്ന കാര്യം പിറ്റേന്ന് നിഷേധിക്കും. അത് ഈ നാട്ടിലെ ഉത്ഭുതരായ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പോലും അയാൾ മനസ്സിലാക്കുന്നില്ല. ഇന്നിപ്പോ അധികാരം കിട്ടിയിട്ടില്ല, തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. നമ്മളിപ്പം പല ഭാഗത്തും കണ്ടു, കുറ്റ്യാടി കണ്ടു. കുറ്റ്യാടിക്ക് ശേഷം ഏത് ഭാഗത്ത് പോയാലും ഇവരുടെ തമ്മിലടിയല്ലാതെ. എന്നിട്ടിപ്പം നമ്മുടെ ഈ മഹാനായ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുക, ഒരു വീട് കാണിച്ചു തരുമെന്ന. എന്താ ഇയാളോട് പറയേണ്ടത്? ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. വയനാട് ടൗൺഷിപ്പ് പുരോഗതിക്കാണ്. വയനാട് ടൗൺഷിപ്പ് പുരോഗതി. അത് മാത്രമല്ല, ഇത്രയും പെട്ടെന്ന് ആ നിർമ്മാണം പൂർത്തിയാതിന്റെ താക്കോൽദാനം അടക്കം കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴുള്ളത്. ഇതുവരെ ഇല്ലാത്തത് അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ പോലും ആരും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറയുന്നത് നമ്മളൊക്കെ വാരിക്കോരി കൊടുത്തിരിക്കുന്ന എന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ ആ പ്രദേശത്തെ സിദ്ദീഖ് MLA ഈ കഴിഞ്ഞ മാസമാണ് എന്തോ ഒരു ചെറിയ പൈസ കൊടുത്തത്. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പൈസ കൊടുത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയായിരുന്നു. യഥാർത്ഥത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റായ K. സുധാകരന്റെ പ്രസ്താവന ഇന്നും നമ്മളൊക്കെ കാണുന്നുണ്ട്, നമ്മളൊക്കെ മനസ്സിലുണ്ട്. യഥാർത്ഥത്തിൽ മന്ത്രിക്ക് കൊടുക്കേണ്ടതില്ല, ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിലേക്ക് 1 രൂപ കൊടുക്കേണ്ടതില്ല, അത് KPCC തന്നെ നിർവഹിക്കും എന്നുള്ള തരത്തിലായിരുന്നു അന്ന് സുധാകരൻ അടക്കം പറഞ്ഞത്. ഇപ്പൊ അതിനെതിരെ പച്ചക്കളവ് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങള് ഇത് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇയാളുടെ ധാരണ. എന്താ ഇയാൾ പറഞ്ഞു വരുന്നത്? ഇപ്പം പറയുന്നത് 100-ലധികം സീറ്റ്. ഇയാൾക്ക് 100-ലധികം സീറ്റ് ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും ഉത്ഭുതരായ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഉത്ഭുതരാണ്. അവർക്കറിയാം ഇത്തരത്തിലൊരു വികസനം നമ്മുടെ നാട്ടിൽ നടന്നു വന്നിട്ട് ഇനിയും ഈ വികസനത്തിന് എതിരായിട്ട് ആരെങ്കിലും പ്രതികരിച്ചാൽ ഈ ഉണ്ടായ വികസനം പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകും. വീണ്ടും നമ്മുടെ കേരളം പഴയ നിലയിലേക്ക് പോകും. അതിന് പകരമായിട്ട് വീണ്ടും തുടർ വരണം എന്നത് നിർബന്ധമാണ്. അത് ഏറെക്കുറെ ഈ നാട്ടിലെ ഉത്ഭുതരായ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്.